ഡിയർ ഫ്രണ്ട്സ്, ഒരു ഹോസ്പിറ്റലിൽ അല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഡോക്ടേഴ്സ്, നഴ്സ് എന്നിവരെ കൂടാതെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റു ചില ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടല്ലേ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതിനെക്കുറിച്ചായാലോ? ഞാൻ പറഞ്ഞു വരുന്നത് പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് ചുരുക്കി പറഞ്ഞു എന്നുണ്ടെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരിയധികം സെക്ഷൻസ് വരുന്നുണ്ട്. മെഡിക്കൽ ലാബ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് റേഡിയോളജി, കാർഡിയക് കെയർ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തീഷ്യ, ഡയാലിസിസ്, ഒപ്റ്റോമെട്രി തുടങ്ങിയ ഒത്തിരിയേറെ സെക്ഷൻസ്. പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സെക്ഷനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പാരാമെഡിക്കലിലെ ഏതൊരു കോഴ്സ് പഠനത്തിനായി തിരഞ്ഞെടുത്താലും ഇന്ത്യയിലും വിദേശത്തും ഹൈ സാലറിയോടുകൂടി വർക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റിലാക്കാൻ സാധിക്കും. കേരളത്തിനുള്ളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ +2 മാർക്ക് ബേസിലായിരിക്കും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. കേരളത്തിനകത്ത് പാരാമെഡിക്കൽ കോളേജുകളുടെ എണ്ണം വളരെ കുറവാണ്, അതിനാൽ തന്നെ സീറ്റുകളുടെ എണ്ണം കുറവാണ്. സോ കേരളത്തിന് പുറത്ത്, അതായത് തമിഴ്നാട്, കർണാടക എന്നീ സ്റ്റേറ്റ്സിൽ നമുക്ക് ഈ കോളേജുകൾ അവൈലബിൾ ആണ്. +2 ബയോളജി സയൻസിൽ മിനിമം 50% മാർക്ക് നേടിയിട്ടുള്ള സ്റ്റുഡൻസിന് BSc ലെവൽ പ്രോഗ്രാമും, +2 നോൺ സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസിനും 2 ക്വാളിഫിക്കേഷൻ വരുന്ന സ്റ്റുഡൻസിനും ഡിപ്ലോമ കോഴ്സുകളും ചെയ്യാവുന്നതാണ്. കേരളത്തിന് പുറത്ത് മികച്ച കോളേജുകളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ കോഴ്സിന്റെ ക്രൈറ്റീരിയസിനെ കുറിച്ച് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.